പേർ പറയും കർത്താവേ, മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ഓ
അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, കൊതിയായിടുന്നേ. ശരണോ യേശുവാ. യേശു तेरा नाम है ऊंचा. യേശു तेरा नाम है ऊंचा. യേശുവാ, അങ്ങ് എന്നിൽ ജീവിക്കുന്നു. യേശു तेरा नाम है ऊंचा. യേശു तेरा नाम है ऊंचा. യേശു तेरा नाम है ऊंचा. ഓൺലൈനിൽ എന്നെ കാണുന്ന ഒരു ബ്രദറുമായി ബന്ധപ്പെട്ട് ആമേൻ, നിങ്ങളുടെ വീടിനകത്തുള്ള ചില മരണക്കുരുക്കുകൾ ഇന്ന് പകൽക്കാലം അഴിയുന്ന പകലാണെന്ന് കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ആമേൻ, ഓൺലൈനിൽ എന്നെ ഇപ്പോൾ വാച്ച് ചെയ്യുന്ന ഒരാളുമായി ബന്ധപ്പെട്ട്, ഒരു സഹോദരനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഭവനത്തിനകത്ത് വ്യാപരിക്കുന്ന ചില മരണത്തിന്റെ കുരുക്കുകൾ, യെസ്, ആ കല്ലറകളുടെ സ്വാധീനങ്ങൾ ഇന്ന് പകൽക്കാലം അഴിയുകയാണെന്ന് ആത്മാവ് സംസാരിക്കുന്നു. യെസ് യെസ് യെസ്. हजारों जुबाने गाए, तेरा ये नाम दोहराए, देश तो पवित्र है. हजारों जुबाने गाए, तेरा ये नाम दोहराए, देश तो
ബന്ധപ്പെട്ട ചിലതിന്റെ മേൽ അസാധാരണമായ ചില ചലനങ്ങൾ നടക്കുന്ന പകല. യെസ് യെസ് യെസ്, തീ പിടിക്കുകയാണ്, തീ പിടിക്കുകയാണ്. ഓ ഷാജാറബ നിൻ സ്നേഹത്തിൽ അലിയണം, അതുമാത്രം എൻ വാഞ്ചയേ. നിന്നെ കാണണം, നിൻ സ്നേഹത്തിൽ അലിയണം, അതുമാത്രം എൻ വാഞ്ചയേ. ഓ നിന്നെ കാണണം, നിൻ സ്നേഹത്തിൽ അലിയണം, അതുമാത്രമേ വാഞ്ചയേ. യെസ് സുന്ദരനേ, അതിശയനേ, മഹോന്നതനേ, എൻ പ്രിയനേ, സുന്ദരനേ, അതിശയനേ, മഹോന്നതനേ, నా ప్రియనే, సుందరుడా, അതിശയുడా, మహోన్నతుడా, నా ప్రియడా, సుందరుడా, അതിശയുడా, മഹോന്നതുడా, എൻ പ്രിയനാ. Love you, I love you, I love you, Jesus. യേശുവേ I love you, I love you, Jesus. I love you, I love you, I love you. സഭയൊന്നടങ്കം ഒന്ന് പാടിയേ. ഞാൻ സ്നേഹിക്കുന്നേ, അങ്ങെ സ്നേഹിക്കുന്നേ, അങ്ങെ സ്നേഹിക്കുന്നേ യേശുവേ, അങ്ങെ സ്നേഹിക്കുന്നേ, അങ്ങെ സ്നേഹിക്കുന്നേ, അങ്ങെ സ്നേഹിക്കുന്നേ യേശുവേ, അങ്ങെ സ്നേഹിക്കുന്നേ, അങ്ങെ സ്നേഹിക്കുന്നേ, അങ്ങെ സ്നേഹിക്കുന്നേ, ഓ സ്നേഹിക്കുന്നേ, അങ്ങെ സ്നേഹിക്കുന്നേ. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാളരികിൽ നീ എന്നും എന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാളരുകിൽ നീ എന്നും എന്നും വേണം.
എൻ്റെ ചങ്കാണേ, എൻ്റെ ഉയിരാണേ, എൻ്റെ അഴകാണേ, അമൃതാണേ യേശു. എത്ര പേർക്ക് അങ്ങനെ പാടാൻ കഴിയും? എൻ്റെ ചങ്കാണേ, എൻ്റെ ഉയിരാണേ, എൻ്റെ അഴകാണേ, അമൃതാണേ യേശു. എൻ്റെ ചങ്കാണേ, എൻ്റെ ചങ്കാണേ, എൻ്റെ ഉയിരാണേ, എൻ്റെ അഴകാണേ, അമൃതാണേ യേശു. എൻ്റെ ചങ്കാണേ രാമശാധരേ, എൻ്റെ ഉയിരാണേ, എൻ്റെ ഉയിരാണേ, എൻ്റെ അഴകാണേ. ഓ എൻ്റെ ചങ്കാണേ, എൻ്റെ അഴകാണേ, അമൃതാണേ ഉടശാധരേ, എൻ്റെ ചങ്കാണേ. ഒരു നിമിഷം ആ നെഞ്ചത്തോട്ട് കൈവച്ചിട്ടൊന്ന് പാടാമോ എന്ന്? അങ്ങന്റെ ചങ്കാണ്, അങ്ങന്റെ ഉയിരാണ്, അങ്ങന്റെ അഴുകാണ്, അങ്ങന്റെ അമൃതാണ്. ഒന്ന് പാടാമോ? ഓ എൻ്റെ ഉയിരാണ്, എൻ്റെ അഴകാണ്. ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഹീലിങ്ങുകൾ പ്രത്യേകിച്ച് ഹാർട്ട് സംബന്ധമായിട്ട് കിടക്കുന്ന ചില രോഗങ്ങൾ സൗഖ്യമാവുകയാണ്. ഓ ഷാഖാലമ ശിഖോറിയാന്തലബരഗടഗജന അംധരാലബരഗടഗദന ഹഷ്മാനി അന്തൽ ഖമന. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഈ പാട്ടുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ ഈ പാട്ടുകൊണ്ട് നിങ്ങളുടെ ഹാർട്ടിലേക്ക്, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യുകയാണ്. ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് പകലിൽ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്ത് വലിയ സ്വാതന്ത്ര്യം വ്യാപരിക്കുകയാണ്. യേശുവേ ഓ ഓ എൻ്റെ ചങ്കാണേ, ഓ എൻ്റെ ഉയിരാണേ. ഓൺലൈനിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങനെ ഏതെങ്കിലും ഹാർട്ട് സംബന്ധമായി, ഹൃദയ സംബന്ധമായി, നെഞ്ചു സംബന്ധമായി എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള, അത് നിങ്ങളാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവരാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളിലുള്ള ആരെങ്കിലും ആകട്ടെ, അങ്ങനെ പ്രശ്നമുള്ളവർ നിങ്ങളുടെ അടുക്കലുണ്ടെങ്കിൽ അവരുടെ നെഞ്ചത്തോട്ട് വെച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുക. റോമ ഷെഖേരിയാം പ്രബദന. ഇല്ല, അവർ നിങ്ങളുടെ അടുക്കലില്ലെങ്കിൽ വിശ്വാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കരങ്ങൾ വെച്ച് അത് അവരുടെ ഹൃദയമായിട്ട് നിങ്ങൾ കണ്ട് ഒന്ന് പ്രാർത്ഥിച്ചേ. ഓ യേശുവേ Asmani andere. Thank you, Jesus. 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 Thank you, Jesus.
Thank you, Jesus. ഈ ദിവസത്തിനായിട്ടൊന്ന് താങ്ക് യു പറഞ്ഞാട്ടെ, നന്ദി പറഞ്ഞാട്ടെ. ആത്മാവിൽ ഞാനൊരു കാഴ്ച കാണുകയാണ്. ചിലരുടെ ആമേൻ ഈ നെഞ്ചുഭാഗമായി ബന്ധപ്പെട്ട് ഉള്ള ചില വിഷയങ്ങൾക്കകത്ത്, സർജറി പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ ഡയറക്റ്റ് ഇടപെടൽ ഉണ്ടാകാൻ പോവുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനം കേട്ടതുപോലെ, വചനത്തിൽ പറയുന്നത് പോലെ, ആമേൻ, ഏദനിൽ ആദമിൻ്റെ ഗാഠനിദ്രയിൽ വെച്ച് ആമേൻ താൻ പോലും അറിയാതെ ദൈവത്തിൻ്റെ ഒരു കരസ്പർശം തൻ്റെ ആ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ആമേൻ ഒരു ഓപ്പറേഷൻ ചെയ്തതുപോലെ ആമേൻ ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ കാണുകയാണ്. ചിലരുടെ കിടക്കമേൽ ആമേൻ, ചിലരെ ആമേൻ ഹോസ്പിറ്റൽ പറഞ്ഞു, ഡോക്ടേഴ്സ് പറഞ്ഞു, ആമേൻ റിസൾട്ടുകൾ പറയുന്നു, അതിന് ഓപ്പറേഷൻ വേണം, അതിനൊരു സർജറി വേണം. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രവചിക്കുന്നു, ഇല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ലൈഫിനകത്ത് ആ ഹാർട്ട് സർജറികൾ മാറിപ്പോവുകയാണ്, ആ സർജറികൾ ക്യാൻസൽ ആവുകയാണ്. കാരണം ആമേൻ, നീ ഇനി ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അങ്ങനൊരു പ്രശ്നം കണ്ടെത്താൻ പോലും കഴിയാതെ വണ്ണമുള്ള ദൈവിക ഇടപെടലുകൾ നിന്റെ ശരീരത്തിന്മേൽ right now in the mighty name of Jesus അത് സംഭവിക്കുകയാണ്. Jesus la bra ba 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 sheketerianda la ba ba ba. Thank you Jesus. Hallelujah. നന്ദി യേശുവേ. ഈ ദിവസത്തിനായി നിങ്ങൾ നന്ദി പറയുക. ഇത് നിങ്ങളുടെ ദിവസമാണ്. ഹല്ലേലൂയ. ഇത് നമ്മുടെ ദിവസമാണ്. Thank you Father. ഒരു നിമിഷം ഒന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാമോ? റബക ശെഖെറ്റേരിയ പ്രവചനം. Thank you Jesus. Thank you Father. Thank you Holy Spirit. സ്വർഗീയ പിതാവേ, ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധി വരുന്നു. അങ്ങ് ഒരുക്കിയ അങ്ങ് നിർമ്മിച്ച, അങ്ങ് സൃഷ്ടിച്ച ഈ നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇത് കർത്താവിനാൽ ഞങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഈ പകലിൽ ഞങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ നടക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. 12 വർഷങ്ങൾ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും അവൻ സൗഖ്യം നടക്കും, തൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടും അവൻ തൻ്റെ ലൈഫിനകത്ത് യാതൊരു വിടുതൽ കാണാതിരുന്ന ആമേൻ ആ സ്ത്രീയുടെ മേൽ, ആ രക്തസ്രവക്കാരിയുടെ മേൽ ആമേൻ 12 വർഷത്തിന് ശേഷം ഒരുവനെ ഒരു പകലിൽ കണ്ടുമുട്ടിയപ്പോൾ ആ പകലിൽ തൻ്റെ ലൈഫ്, തൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രത്തെ തിരിച്ചതുപോലെ ആമേൻ അത് ലോകമെമ്പാടും ഇപ്പോഴും പ്രസംഗിക്കുന്ന വിധത്തിൽ തൻ്റെ ലൈഫിനെ ആമേൻ ദേശത്തിൻ്റെ നടുവിൽ, ആമേൻ പട്ടണങ്ങളുടെ മുമ്പിൽ, രാജ്യങ്ങളുടെ നടുവിൽ, ആമേൻ കൊട്ടാരങ്ങളുടെ നടുവിൽ ആമേൻ ആ സ്ത്രീയുടെ പേരിനെ, ആ സ്ത്രീയെ ആമേൻ ദൈവവചനം ഉയർത്തി കാണിക്കുമ്പോൾ ഇന്ന് ചിലരുടെ ജീവചരിത്രങ്ങൾ മാറുന്ന ദിവസമായി മാറട്ടെ, ചിലരുടെ ലൈഫുകൾ മാറുന്ന ദിവസമാകട്ടെ. ആമേൻ ചില ചരിത്രങ്ങൾ ചിലരുടെ ലൈഫിനകത്ത് സൃഷ്ടിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ജീസസ്. ഈ പകലിനെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധി വരുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ നോ മോർ ഡെത്ത് എന്ന് പറയുന്ന ഈ സ്പെഷ്യൽ ഈ ഫ്രൈഡേ ഡെലിവറൻസ് സർവീസിലേക്ക് കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ ക്രിസ്തുവേശുവിൽ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ഓൺലൈനിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആമേൻ.
ഇന്ന് ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികൾ, ഓൺലൈനിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾ, നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള മുത്തുകളെ പ്രാപിക്കാൻ വേണ്ടിയാണ്. ആമേൻ പറയാമോ? ഹല്ലേലൂയ. ഇന്ന് നിങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് തുറന്നു കിട്ടാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ഈ മീറ്റിങ്ങിൽ, പ്രത്യേകിച്ച് ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരും തന്നെ നിങ്ങൾ ലെഫ്റ്റായി പോകരുത്. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ദിവസമാണ്. ഇത് നിങ്ങളുടെ ലൈഫുകൾ വലിയ തിരിവുകൾ വരുത്തുന്ന ദിവസമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ ആയിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടപെട്ട ശക്തമായ ഒരു ദൈവീക സന്ദേശത്തെ ഇന്ന് പകലിൽ നിങ്ങളിലേക്ക് കൈമാറ്റം ചെയ്ത് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. വേഗത്തിൽ അപ്പോസ്തല പ്രവർത്തികൾ എടുക്കുക. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. 2-ാം അധ്യായം 24-ാം വാക്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. ഹല്ലേലൂയ. യെസ്. മതി. ആമേൻ. ജീസസ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 24-ാം വാക്യമാണ് നാം വായിച്ചു കേട്ടത്. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഒന്ന്, ദൈവമോ മരണപാശങ്ങളെ അഴിക്കും. ആമേൻ പറയാമോ? നമ്മുടെ ദൈവം മരണപാശങ്ങളെ അഴിക്കുന്ന ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആത്മാവിൽ ഈ ദൈവശബ്ദം നിങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുകയാണ്. നിങ്ങളുടെ ലൈഫിനകത്ത് ഏതെങ്കിലും മേഖലകളിൽ മരണത്തിൻ്റെ കരങ്ങൾ നിങ്ങളെ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ പകലിൽ നിങ്ങളുടെ ലൈഫിനകത്ത് നിന്ന് ആ മരണത്തിൻ്റെ കരങ്ങളെ ദൈവം അഴിക്കുന്ന പകലാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ലോപിക്കുന്ന മരണത്തിൻ്റെ പാശങ്ങളെ അഴിക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവമോ, ഇങ്ങനെ വായിക്കണം, ദൈവമോ യേശുവിന്മേലുണ്ടായിരുന്ന മരണപാശങ്ങളെ അഴിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഒന്ന് പറഞ്ഞേ, അഴിച്ചു. ഒന്ന് പറയാമോ? നമ്മൾ ഈ ഒരു വേർഡ് മറ്റൊരു ഭാഗത്ത് കേട്ടിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന ആ കഴുതക്കുട്ടിയുടെ കെട്ട് അഴിക്കണം. എന്തിനാ കെട്ട് അഴിക്കുന്നേ? കർത്താവിനൊരാവശ്യമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ചില കെട്ടുകൾ അഴിയും. ആമേൻ. ഇന്ന് ചില മേഖലകൾ അഴിയും. കാരണം നിന്നെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. ആമേൻ. നാളുകളായിട്ട് നിന്നെ ലോക്ക് ചെയ്തു വെച്ച ചില മേഖലകൾ, നിന്നെ കാലങ്ങളായിട്ട് നിന്നെ ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ചില മേഖലകൾ ഇന്നു പകലിൽ ദൈവം അഴിക്കുന്ന പകല. കാരണം നിന്നെ കൊണ്ട് എൻ്റെ കർത്താവിന്, നമ്മുടെ ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഓ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങളെ തട്ടി അന്യഭാഷകളിൽ ആത്മാവിൽ അവിടെ തന്നെ സ്വീകരിച്ചെടുക്കാം. ഓ മരണത്തിന്റെ കരങ്ങൾ അഴിയുന്നു, മരണപാശങ്ങൾ അഴിയുന്നു,
മരണം നിന്നെ ലോക്ക് ചെയ്ത് കഴിയുന്നു. മരണം നിന്നെ പിടിച്ചു വെക്കുന്ന കഴിയുന്നു. Right now in the mighty name of Jesus. Oh sharararararara shederererere hurarararararare. ദൈവശക്തി വ്യാപരിക്കുകയാണ്. ചിലതിനെ അഴിക്കുവാൻ, ചിലതിനെ പൊട്ടിക്കുവാൻ ദൈവശക്തി വ്യാപരിക്കുന്നു. ഓ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. ദൈവമോ യേശുവിനെ പിടിച്ചു വെച്ചിരുന്ന മരണപാശങ്ങളെ അഴിച്ചു. യേശുക്രിസ്തുവിന്റെ മേലുണ്ടായിരുന്ന മരണപാശങ്ങളെ കർത്താവ് അഴിപ്പിച്ചപ്പോൾ അതെന്തിനു വേണ്ടിയായിരുന്നെന്നറിയാമോ? കാലങ്ങൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട് കിടക്കുന്ന ഒരു പ്രവചനത്തിന്റെ നിവർത്തീകരണത്തിന് വേണ്ടിയായിരുന്നു. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ. ഈ പ്രവചനം നിവർത്തീകരിക്കപ്പെട്ടാൽ മാത്രമേ സകല മനുഷ്യരുടെയും രക്ഷ വന്നു ചേരുകയുള്ളൂ. ഹല്ലേലൂയ. നിന്റെ മേലുള്ള ചില പ്രവചനത്തിന്റെ നിവർത്തീകരണം അത് നിനക്കു വേണ്ടി മാത്രമല്ല, അത് ലോക രാജ്യങ്ങൾക്ക്, പട്ടണങ്ങൾക്ക്, ആമേൻ, ഗ്രാമങ്ങൾക്ക്, ആമേൻ, ദേശങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ന് പകലിൽ നിന്റെ മേൽ നടക്കുന്ന ആ വിടുതലുണ്ടല്ലോ, ആ സൗഖ്യമുണ്ടല്ലോ, ആ ഡെലിവറൻസ് ഉണ്ടല്ലോ, അതൊരു പ്രവചന നിവർത്തീകരണമാണ്. ആ പ്രവചന നിവർത്തീകരണം നിന്നിൽ മാത്രം ഒതുങ്ങാനുള്ളതല്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഫയർ, ഫയർ. ഡെലിവറൻസുകൾ, ഡെലിവറൻസുകൾ. ഇതിനകത്ത് ചില ലോക്കുകൾ പൊട്ടുകയാണ്. കാലങ്ങൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട് കിടക്കുന്ന ചില ലോക്കുകൾ. ഓ ശരരരരേ ഉടബരബരബരബശധരേ. ജീസസ്, ജീസസ്. Oh Jesus. Oh, thank you, Father. Thank you, Jesus. Thank you, Holy Spirit. Oh Jesus, Jesus. Hallelujah, Jesus. Amen. Thank you, Jesus. Oh Jesus. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആമേൻ, ആമേൻ. വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, യേശു മരിച്ചവനായിരുന്നു, എന്നാൽ ഇന്ന് എന്നേക്കുമായി ജീവിക്കുന്നു. ആമേൻ, ആമേൻ. യേശു മരിച്ചവനായിരുന്നു, പക്ഷെ ഇന്ന് എന്നേക്കും ജീവിക്കുന്നു. അപ്പോൾ ദൈവം ഒന്നഴിച്ചു കഴിഞ്ഞാൽ അത് എന്നേക്കുമുള്ള ഡെലിവറൻസ് ആയിരിക്കും. ആമേൻ പറ. ഇന്നത്തെ പകലിൽ നിന്റെ ലൈഫിനകത്ത് നടക്കുന്ന ഡെലിവറൻസ് ഇനിയും നിന്റെ ലൈഫിനകത്ത് വീണ്ടും വരാനുള്ളതല്ല, അത് എന്നേക്കും അതിൽ തുടരാനുള്ളതാണ്. ആമേൻ, ജീസസ്. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം മരണപാശങ്ങളെ അഴിച്ചു എന്ന് പറയുമ്പോൾ യേശു എന്തനുഭവിച്ചു? മരണം അനുഭവിച്ചു. ആമേൻ. യേശു ക്രിസ്തു മരണം അനുഭവിച്ചു. യേശു മരിച്ചിട്ട് യേശുവിൻ്റെ ആത്മാവ് എങ്ങോട്ട് പോയി? വചനം പറയുന്നു, യേശുവിൻ്റെ ആത്മാവ് പാതാളത്തിലേക്ക് പോയി. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ ആത്മാവ് എങ്ങോട്ട് പോയി? പാതാളത്തിലേക്ക് പോയി.
യേശുവിൻ്റെ ബോഡി എവിടെ കിടന്നു? യേശുവിൻ്റെ ബോഡി എവിടെ ഇരുന്നു? അരിമത്യക്കാരനായ യോസേഫിൻ്റെ പുതിയ കല്ലറയിൽ യേശു ക്രിസ്തുവിൻ്റെ ബോഡി ഇരുന്നു, ശരീരമിരുന്നു. ആമേൻ പറഞ്ഞ ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് എവിടെ പോയി? പാതാളത്തിൽ പോയി. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ ബോഡി, ശരീരം എവിടെ ഇരുന്നു? കല്ലറയ്ക്കകത്തിരുന്നു. ആമേൻ പറഞ്ഞാട്ടെ. അപ്പൊ ബോഡിയും ആത്മാവും തമ്മിൽ വേർപിരിയുന്നിടത്ത് വിളിക്കുന്ന പേരാണ് മരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഏതൊരു മനുഷ്യനും എന്ത് ഉണ്ട്? ആത്മാവും ശരീരവും ഉണ്ട്. ഒരു മനുഷ്യൻ മരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന്, തൻ്റെ ബോഡിയിൽ നിന്ന് ആത്മാവ് വേർപിരിയുന്നതിനെയാണ് മരണം എന്ന് പറയുന്നത്. ആമേൻ പറഞ്ഞാട്ടെ. അപ്പൊ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് എങ്ങോട്ട് പോയെന്നറിയാമോ? നേരെ പാതാളത്തിലേക്ക് പോയി. യേശു ക്രിസ്തുവിൻ്റെ ബോഡി കല്ലറയ്ക്കകത്തിരുന്നു. ആമേൻ. വളരെ ശ്രദ്ധിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് പാതാളത്തിലേക്ക് പോയപ്പോൾ അവിടെ നടന്നത്, നിങ്ങൾ എഫെസ്യർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് പാതാളത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു യുദ്ധം നടന്നു. ആമേൻ പറ. ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് പാതാളത്തിലേക്ക് ചെന്നപ്പോൾ, പാതാളം എന്ന സ്പിരിച്വൽ റലം, ആത്മതലങ്ങളിലേക്ക് അല്ലെങ്കിൽ കുഴിയിലേക്ക്, ആമേൻ, ഒരു മനുഷ്യന് കാണാൻ കഴിയാത്ത ഇൻവിസിബിൾ റലമാകുന്ന, അല്ലെങ്കിൽ പിശാചുക്കൾ വാഴുന്ന, പിശാചുക്കൾ അവകാശം പറയുന്ന, അധികാരം നടത്തുന്ന പാതാളത്തിലേക്ക് യേശുവിൻ്റെ ആത്മാവ് ഇറങ്ങിച്ചെന്നു. ആമേൻ. യേശുവിൻ്റെ ആത്മാവ് അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, പലരും മരിച്ചു. ആമേൻ പറ. പലരും മരിച്ചു. പലരുടെയും ബോഡി കല്ലറകൾക്കകത്ത് നിർജീവമായിട്ട് ജീർണിച്ചഴുകി പൊടിഞ്ഞു കിടക്കുക. അവരുടെ ആത്മാക്കളെല്ലാം എവിടെ ചെന്നു? ഇതേ പാതാളത്തിൽ ചെന്നു, ഇതേ സ്പിരിച്വൽ റലത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ പിശാച് എന്ത് ചെയ്തെന്നറിയാമോ? ഈ ആത്മാക്കളെയെല്ലാം എന്ത് ചെയ്തു? ബന്ധിച്ചു. ഒന്ന് പറഞ്ഞേ, ബന്ധിച്ചു. ആമേൻ പറ. ബന്ധിച്ചു. അപ്പൊ ആത്മാക്കളെ ബന്ധിക്കുന്നത് ആരാ? ഹല്ലേലൂയ. അപ്പൊ ആത്മാക്കളെ അവിടെ ബന്ധിച്ചു. എന്നാൽ വചനം പറയുന്നു, യേശുക്രിസ്തു ചെന്നപ്പോൾ, യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് അവിടെ ചെന്നപ്പോൾ, അവിടെ പിശാചുക്കൾ യേശുവിൻ്റെ ആത്മാവിനെ ബന്ധിക്കാൻ കഴിഞ്ഞില്ല. ആമേൻ പറ. സകല മനുഷ്യരുടെ ആത്മാക്കളെ പിശാച് അവിടെ ബന്ധിക്കുമ്പോൾ, ആമേൻ, യേശു ക്രിസ്തു അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ യേശുവിൻ്റെ മുമ്പാകെ പിശാചുക്കൾ മുട്ടുകുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ മുമ്പാകെ മുട്ടുകുത്തുകയും 3 ദിവസങ്ങൾ യേശു കർത്താവ് എന്ത് ചെയ്യുക? അവിടെ ബദ്ധന്മാരെ വിടുവിച്ചു. ഒന്ന് പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ആത്മാക്കളെ വിടുവിച്ചു. ആമേൻ പറ. ഞാൻ മിക്കവാറും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ആത്മാക്കളെ നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പോയി ഒരു സുവിശേഷം പറഞ്ഞു, അവരത് കേട്ടു, അവരൊരു ചർച്ചിൽ വന്നു, ആമേൻ, അവർ സ്നാനപ്പെട്ടു, അവർ കർത്തൃമേശയിൽ പങ്കാളിയായി, അവർ ചർച്ചിലിരുന്നു എന്നുള്ളതല്ല. ആമേൻ പറഞ്ഞാട്ടെ. അതൊരു പാർട്ടാണ്, അതൊരു ഫിസിക്കൽ പാർട്ടാണ്, അല്ലെങ്കിൽ കാണുന്ന ഒരു പാർട്ടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരാത്മാവിനെ നേടുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ആത്മാവ് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത് എവിടാണോ അവിടെ നിന്ന് അവൻ്റെ ആത്മാവിനെ ഡെലിവറൻസ് ചെയ്ത്, അവൻ വചനം പറയുന്ന പോലെ ഉയരത്തിൽ കൊണ്ടുപോയി നല്ല ദാനങ്ങളെ കൊടുക്കണം. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊരു സോൾ വിന്നർ ആണോ?
നിങ്ങളൊരു സുവിശേഷകനാണോ, സുവിശേഷകയാണോ? നിങ്ങളൊരാത്മാവിനെ നേടുന്നു എന്ന് പറഞ്ഞാൽ അവനെ ചർച്ചിൽ കൊണ്ടുവരുന്നതല്ല ആത്മാക്കളെ നേടുക എന്ന് പറഞ്ഞാൽ. അതൊരു പാർട്ടാണ്, അതൊരു ഫിസിക്കൽ പാർട്ടാണ്, അത് വേണം. പക്ഷേ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം, ഒരുവൻ്റെ ആത്മാവ് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത് പിശാചിൻ്റെ കരങ്ങളിലാണെങ്കിൽ പിശാചിൻ്റെ കരങ്ങളിൽ നിന്ന് അവൻ്റെ ആത്മാവിനെ ഫ്രീ ആക്കിയിട്ട് അവൻ്റെ ആത്മാവിൽ ആത്മാവിൻ്റെ സമ്പന്നതയെ പകരണം. ആമേൻ, ആമേൻ, ആമേൻ. ഇതിനു വേണ്ടിയാണ് ദൈവം ഒരു ചർച്ച് വെച്ചിരിക്കുന്നത്. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ഒരു സഭ വെച്ചിരിക്കുന്നത് എല്ലാവർക്കും കൂടെ കൂടി വന്ന് കൈയടിച്ച് പാടി ആരാധിച്ച് തിരിച്ച് പോകാൻ വേണ്ടി മാത്രമല്ല. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഒരുവൻ്റെ ആത്മാവ് ഡെലിവറൻസ് ആവുകയും അവൻ്റെ ആത്മാവ് തികഞ്ഞ പുരുഷത്വം, ആമേൻ, ക്രിസ്തു എന്ന തലയോളം വളരേണ്ടതിന് വേണ്ടിയാണ് സഭ. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ഒരു ചർച്ചിനകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന് ഡെലിവറൻസ് ആണ്. ആമേൻ പറ. ആമേൻ. 2 സ്പിരിച്വൽ ഗ്രോത്ത് ആണ്, ആത്മീക വളർച്ചയാണ്. ആമേൻ പറഞ്ഞാട്ടെ. ഇനി ആ 2 കാര്യങ്ങൾ നടന്നാലേ യഥാർത്ഥമായി കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, സത്യനമസ്കാരികൾ ആത്മാവിലും സത്യത്തിലും. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും അപ്പൊ പൂർണ്ണതയുള്ള ഒരാരാധന ദൈവത്തിന് നീ കൊടുക്കണമെങ്കിൽ നിന്റെ ആത്മാവിൽ ചില ഡെലിവറൻസ് നടക്കണം. ആമേൻ. ആത്മാവിൽ ഡെലിവറൻസ് മാത്രം നടന്നാൽ പോരാ, ആത്മാവിൽ നീ വളർന്നു വരണം. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ചിലർ ചെയ്യുന്ന ഒരു കാര്യം, അവർ ആത്മാവിൽ ഡെലിവറൻസ് മാത്രം പ്രാപിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ബന്ധനത്തെ പൊട്ടിക്കും, എപ്പോഴും ഡെലിവറൻസ് വേണം, എപ്പോഴും ഓരോ കാര്യങ്ങളെ ഇങ്ങനെ ബ്രേക്ക് ചെയ്യണം, ഓരോ ഉപവാസ പ്രാർത്ഥന വെക്കും, ഇന്ന പിശാചിനെ പൊട്ടിക്കും, ഇന്ന കാര്യങ്ങളെ ബ്രേക്ക് ചെയ്യും. നല്ല കാര്യമാണോ? നല്ല കാര്യമാണ്. ആമേൻ പറഞ്ഞാട്ടെ. പക്ഷെ അവർ ചെയ്യാത്ത അടുത്തൊരു പാട്ടെന്ന് പറഞ്ഞാൽ, അവരൊരിക്കലും വ്യക്തിപരമായിട്ട് ദൈവവചനത്തിൽ പ്രകാരമോ അല്ലെങ്കിൽ ദൈവവചനത്തിൽ മറഞ്ഞിരിക്കുന്ന റവലേഷനുകൾ പ്രാപിച്ച് അവർ ആത്മാവിൽ വളർന്നു വരത്തില്ല. ആമേൻ പറഞ്ഞാട്ടെ. അവരെന്ത് ചെയ്യത്തുള്ളൂ? ഒള്ളി ഡെലിവറൻസ്, 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 ഹീലിംഗ്, 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 ബ്രേക്ക് ത്രൂ, ബ്രേക്ക് ത്രൂ, ബ്രേക്ക് ത്രൂ. ഇതിന്റെ പുറകെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു കൂട്ടമുണ്ട്. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ഇതിനെ മാത്രം ഫോക്കസ് ചെയ്തു പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യം, അവർ ആത്മാവിൽ വളരാത്തിടത്തോളം കാലം. ഞാൻ നിങ്ങളോട് ഏറ്റവും നല്ല സിമ്പിൾ ഒരു കാര്യം പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, നമ്മളുണ്ട്. ഒന്ന് എന്നെ ശ്രദ്ധിച്ച്. നമ്മളുണ്ട്, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. 6 മാസം പ്രായമായ കുഞ്ഞ് അപ്പോൾ തന്നെ ഒരു 30 വയസ്സ് 35 വയസ്സുള്ള ഒരു വ്യക്തി, ഇതിനകത്ത് ഏറ്റവും പെട്ടെന്ന് രോഗം വരാൻ സാധ്യതയുള്ള ആരാ? ഒന്ന് പറഞ്ഞേ. 35 വയസ്സുള്ള ആൾക്കാണോ, കൊച്ചു കുഞ്ഞിനാണോ? ഏറ്റവും കൊച്ചു കുഞ്ഞിനാ. കാരണം എന്താ? ആ കുഞ്ഞിന് എന്തില്ല? വളർച്ചയില്ല. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ പറഞ്ഞാട്ടെ. നമ്മളെല്ലാം ക്രിസ്തു യേശുവിനാൽ നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടതാണ്. ആമേൻ പറ. അതെ, സത്യമായിട്ടും വീണ്ടെടുക്കപ്പെട്ടവരാണ്. നമ്മൾ ആത്മാവിൽ ജനിക്കപ്പെട്ടവരാണ്, സത്യമായും ജനിക്കപ്പെട്ടവരാണ്. പക്ഷേ ആത്മാവിൽ വീണ്ടെടുക്കപ്പെട്ട, ആത്മാവിൽ ജനിക്കപ്പെട്ട നമ്മൾ, ആത്മാവിൽ ഒരു വളർച്ചയുണ്ട്. ആമേൻ, ആമേൻ. ആത്മാവിൽ നമ്മൾ വളരണം. ഇത് വളർന്നില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം, എപ്പോഴും അവർക്ക് എന്ത് വേണം? ഡെലിവറൻസ് വേണ്ടി വന്നുകൊണ്ടേയിരിക്കും. കാരണം ഒരു പിശാചിനെ പ്രാർത്ഥിച്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവർ ആത്മാവിൽ വളരാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും? വീണ്ടും അത് കറങ്ങിത്തിരിഞ്ഞ് വന്ന് വീണ്ടും അവരിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ആ ഒന്ന് പോയിട്ട് തിരികെ വന്നിട്ട് വീണ്ടും അടുത്ത 7 എണ്ണത്തിനെയും കൂടെ പിടിച്ചുകൊണ്ടുവരും. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദയവ് ചെയ്ത് ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയാം.
നിങ്ങളുടെ മേൽ ഡെലിവറൻസിനെ മാത്രം ഫോക്കസ് ചെയ്യരുത്. ആമേൻ പറഞ്ഞാട്ടെ. ഡെലിവറൻസ് 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 എന്ന് മാത്രം ഫോക്കസ് ചെയ്യരുത്. അത് ഡേഞ്ചറാണ്. ആമേൻ. ഇനി മറ്റൊരു കൂട്ടമുണ്ട്, ഇവർ ഒരിക്കലും ഡെലിവറൻസ് പ്രാപിക്കത്തില്ല. ആമേൻ പറഞ്ഞാട്ടെ. ഡെലിവറൻസ് പ്രാപിക്കത്തില്ല. ഇവരെന്ത് ചെയ്യും? എപ്പോഴും അവർക്ക് കിട്ടുന്ന റെവലേഷൻ, അവർക്ക് കിട്ടുന്ന ആത്മീക വചനം, ആത്മീക ഉന്നമനം, അല്ലെങ്കിൽ ആത്മീകമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെ മാത്രം എന്ത് ചെയ്യും? ഫോക്കസ് ചെയ്ത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ഡെലിവറൻസ് എന്ന് പറഞ്ഞ കാര്യം അവരുടെ ലൈഫിനകത്ത്. കാരണം യേശു ക്രിസ്തു സകലതും നിവൃത്തിയാക്കിയതുകൊണ്ട് ഇനി അവർക്കൊന്നും ഡെലിവറൻസിൻ്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ പറയാമോ? അവർക്ക് അതിൻ്റെ ഒന്നും ഡെലിവറൻസിൻ്റെ ആവശ്യമേ ഇല്ല. അവരെപ്പോഴും ഈ വചനം എന്താണോ, ആ വചനം എന്താണോ അതുപോലെ തന്നെ അവർ ഞങ്ങൾ ഇങ്ങനെയാ, ഇന്നതാ ശരി. അവർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാത്രമേ പിടിക്കുകയുള്ളൂ. അത് നല്ല കാര്യമാണ്, തെറ്റെന്നല്ല. പക്ഷെ അവരറിയാതെ പോകുന്ന കാര്യം, അവരും ആത്മാവിൽ ജനിക്കപ്പെട്ടവരാണ്. അവരാത്മാവിൽ വളരണമെങ്കിൽ അവരുടെ മേൽ എന്ത് സംഭവിക്കണം? ഡെലിവറൻസുകൾ സംഭവിക്കണം. ആമേൻ പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് പലരും ഉന്നതമായ കാര്യം, ഞാൻ എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. ഞാൻ ക്രിസ്തുവിൽ പുത്രനാണ്, ഞാൻ പിതാവായ ദൈവത്തിന് പുത്രനാണെന്നുള്ളൊരു വെളിപ്പാട് ഒരാൾക്ക് കിട്ടിയെന്ന് വിചാരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു വചനം അറിഞ്ഞെന്ന് വിചാരിക്കട്ടെ, എവിടെ നിന്നെങ്കിലും കേട്ടതായിരിക്കാം. ഈ മനുഷ്യൻ ഈ വളർച്ചയിൽ ഞാൻ പുത്രനാ അതുകൊണ്ട് ചെയ്യും സാധാരണ ഒരു നമ്മുടെ വീട്ടിൽ കാണുന്ന ഒരു ലെവലിൽ, അതായത് എൻ്റെ മകനുണ്ട്, അവൻ എൻ്റെ അടുത്ത് ചെയ്യുന്ന എല്ലാ പരിപാടിയും നമ്മളും ദൈവത്തോട് ആമേൻ പറഞ്ഞാട്ടെ. നമുക്കതിനുള്ള ഫ്രീഡം ഉണ്ടോ? ഉണ്ട്, തീർച്ചയായും ഫ്രീഡം ഉണ്ട്. പക്ഷേ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ചില സമയം കഴിയുമ്പോഴത്തേക്കും ഇവർ ഈ ഞാൻ പുത്രനാണെന്നുള്ളൊരു സംഭവത്തിൽ മാത്രം പോകും. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ പലതും പ്രാർത്ഥിച്ചിട്ടും പലതും കാര്യങ്ങൾ ചെയ്തിട്ട് ഇവർക്കൊന്നും നടക്കത്തില്ല. ആമേൻ പറഞ്ഞാട്ടെ. ഒന്നും നടക്കത്തില്ല. ഒന്നും നടക്കാതെ വരുമ്പോൾ, കർത്താവേ ഞാൻ പുത്രനല്ലേ, പിന്നെ എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇത് നടന്നില്ല? എൻ്റെ ജീവിതത്തിൽ ഇത് നടന്നില്ല. ഞാൻ നീതിമാനല്ലേ, പിന്നെ എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇത് നടന്നില്ല? ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇതിൽ മാത്രം പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യം, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ ഇങ്ങനെ പോയവർ എന്ത് ചെയ്യും? നേരെ. കാരണം ഒരു പക്ഷി പറന്നു കയറണമെങ്കിൽ 2 ചിറക് ആവശ്യമുണ്ട്. ഒരു മനുഷ്യൻ ക്രിസ്തു എന്ന തലയോളം വളരണമെങ്കിൽ അവൻ്റെ ലൈഫിൽ ദൈവം വെച്ചിരിക്കുന്ന 2 ചിറകുകളാണ് ഡെലിവറൻസും സ്പിരിച്വൽ ഗ്രോത്തും. ആമേൻ. ഇത് രണ്ടും കൂടെ മാത്രമേ അവന് ക്രിസ്തു എന്ന തലയോളം വളരാൻ പറ്റുകയുള്ളൂ. ആമേൻ. അപ്പോൾ ശ്രദ്ധിച്ചേ, അപ്പോൾ ദൈവമോ മരണപാശങ്ങളെ അഴിച്ചു. എന്നാൽ യേശു ക്രിസ്തു 3 ദിവസം കൊണ്ട് ആത്മതലങ്ങളിൽ കാണാൻ കഴിയാത്ത പാതാളത്തിൽ എന്ത് ചെയ്യുക? യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ 3-ാമത്തെ ദിവസമായപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ആത്മാവ് എവിടെ ഇറങ്ങി? കല്ലറയ്ക്കകത്തിറങ്ങി. ആമേൻ പറ. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് കല്ലറയിൽ എവിടെ ഇറങ്ങിയെന്നറിയാമോ? യേശുവിൻ്റെ ശരീരത്തിലിറങ്ങി. ആമേൻ. യേശുവിൻ്റെ ശരീരത്തിൽ ഇറങ്ങിയതും, ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിൻ്റെ ശരീരത്തിൽ ഇറങ്ങിയ സമയത്ത് തന്നെ അതുവരെ ആമേൻ ശരീരം നിർജീവമായിരിക്കുക. അതുവരെ ശരീരം എന്ത് ചെയ്യുക? കെട്ടപ്പെട്ടിരിക്കുക. പക്ഷെ ദൈവത്തിൻ്റെ ശക്തി യേശുവിൻ്റെ ശരീരത്തിൽ മേൽ ഇറങ്ങിയപ്പോൾ തന്നെ അതുവരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന യേശുവിൻ്റെ ആത്മാവ് എവിടെ വന്നെന്നറിയാമോ? ജയിച്ച്, ഒന്നുകൂടെ പറയാം, ജയിച്ച് യേശുവിൻ്റെ ശരീരത്തിന് മേൽ വന്നു. ആമേൻ പറ. പിടികിട്ടുന്നുണ്ടോ? അതുവരെ യേശുവിൻ്റെ ആത്മാവിന് എന്തുണ്ടായിരുന്നു? പാതാളത്തിൽ ഒരു
ആമേൻ പറ. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചപ്പോഴാണ് സ്പിരിച്വൽ റലത്തിനകത്ത് യേശുവിന് ജയം ഉണ്ടായത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഒന്നും കൂടെ പറയാം. യേശുവിൻ്റെ ശരീരം കല്ലറയിൽ അടക്കുന്നേ. അപ്പോൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ മരണപാശങ്ങളെ അഴിച്ചെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ശരീരത്തിന്മേൽ, കാണുന്ന പുറമേയുള്ള ശരീരത്തിന്മേൽ ഒരു ഡെലിവറൻസ് സംഭവിച്ചു. ഏമേ, പുറമേ ഒരു ഡെലിവറൻസ് സംഭവിച്ചപ്പോഴാണ് അതുവരെ യുദ്ധത്തിൽ നിന്ന യേശു എന്ത് ചെയ്തേ? അവിടെ ജയിച്ചത്. ആമേൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീക യുദ്ധത്തിൽ നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മുടെ പുറമേ ചില ഡെലിവറൻസ് നടക്കണം. ആമേൻ പറ. ആമേൻ, ആമേൻ. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ ഒരു പ്രവചന ശബ്ദം കൈമാറാം. ചിലർ ചില ആത്മീക യുദ്ധത്തിൽ ജയിച്ചു കയറാൻ പോകുകയാണ്. ആമേൻ. നാളുകളായി, വർഷങ്ങളായി സ്പിരിച്വൽ റലത്തിനകത്ത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ അന്ധകാര ശക്തികളോടും ദുഷ്ടാത്മ സേനയോടും ആമേൻ കാലങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലരുടെ ആമേൻ പുറമേയുള്ള അവസ്ഥകൾ നിർജീവമായിരിക്കുകയാ. ആ പുറമേയുള്ള അവസ്ഥകളിലേക്ക് ഒരു ദൈവശക്തി ഇറങ്ങാൻ പോകുന്നു. ഓ ശബരബലബര ജനദല ഘടകജനം. ഹല്ലേലൂയ. ആമേൻ. ദൈവമോ മരണപാശങ്ങളെ അഴിക്കും. അപ്പൊ ദൈവം നമ്മുടെ പുറമേ ഉള്ള മേഖലകളെ അഴിച്ചാൽ, ഡെലിവറൻസ് ചെയ്താൽ, നമ്മുടെ ആത്മീക യുദ്ധങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ജയാളികളാകും. ആമേൻ പറ. ആമേൻ, ആമേൻ. കാലങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് ആത്മാവ് ഇന്നത്തെ പകലിൽ പ്രവചിക്കുകയാണ്. ആമേൻ. യുദ്ധം നടക്കുന്ന ആ മേഖലകൾക്കകത്ത് നിനക്കൊരു ജയമുണ്ടാകാൻ പോകുക. കാരണം ആമേൻ പുറമേ നിന്റെ മേൽ ഒരു ദൈവശക്തി ഇറങ്ങുന്നു. ആമേൻ. നിന്റെ മേലിറങ്ങുന്ന ദൈവശക്തി, നിന്റെ മേലിറങ്ങുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്റെ ആത്മീക യുദ്ധത്തിൽ നിന്നെ ജയിപ്പിക്കുമെന്ന്. ഉടബലഘടക ശന്തല ലബലഘടക ശന്തരേരഗതിയന്തല. ഓ, ഇന്ന് പകലിൽ ചിലർ ജയാളികളായി കയറാൻ പോവുകയാണ്, ജയാളികളാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ജയാളികളാകണമെങ്കിൽ നമ്മൾ പലപ്പോഴും പറയുന്നില്ല, പാസ്റ്ററെ എത്ര പ്രാർത്ഥിച്ചിട്ടും, എത്ര ഉപവസിച്ചിട്ടും, എത്ര ശ്രമിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു മാറ്റം കാണാൻ കഴിയുന്നില്ല, എൻ്റെ ജീവിതത്തിനകത്ത് ഒന്നും മാറുന്നില്ല. ആമേൻ പറഞ്ഞാട്ടെ. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുക, കുറേ വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുക, കുറേ മാസങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുക, കുറേ നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുക. ആമേൻ. പലതിനും ശാസിക്കുന്നുണ്ട്, വെട്ടുന്നുണ്ട്, ആമേൻ, പലതും ചെയ്യുന്നുണ്ട്, എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല, ഒരു മാറ്റവും. ആമേൻ പറഞ്ഞാട്ടെ. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ കൈ ഉയർത്തിപ്പിടിച്ചോ. എത്ര ശ്രമിച്ചിട്ടും നിന്റെ ലൈഫിനകത്ത് ഇന്ന് ഇത് സാക്ഷിയാ, ഇത് സാക്ഷിയാ. എത്ര ബ്രേക്ക് ചെയ്തിട്ടും, എത്ര ശാസിച്ചിട്ടും, എത്ര പുറത്താക്കിയിട്ടും, എത്രയൊക്കെ പറഞ്ഞിട്ടും ആമേൻ ആത്മീക യുദ്ധത്തിനകത്ത് ജയിക്കാൻ കഴിയാതെ കിടക്കുന്ന ചില മേഖലകളിൽ മേൽ, ആമേൻ നിന്റെ സ്പിരിച്വൽ മാന് ജയിക്കാൻ കഴിയാതിരിക്കുന്ന ചില മേഖലകളുടെ മേൽ അടുത്തൊരു ഇമ്പാർട്ടേഷൻ വരികയാണ്. ആമേൻ. ഇത് യേശു സ്നാനമേറ്റ ഉടനെ ഇറങ്ങിയ ഇമ്പാർട്ടേഷൻ അല്ല. ഇത് ഇറങ്ങുന്നത് നിന്നെ ഡെലിവറൻസ് ചെയ്യാനാണ്, നിന്നെ വിക്ടറിയിലേക്ക് നയിക്കാനാണ്. ഇന്നത്തെ പകലിൽ നിന്റെ മേൽ ജയത്തെ കൊണ്ടുവരുവാൻ, നിന്റെ മേൽ ഒരു വിക്ടറിയെ കൊണ്ടുവരുവാൻ, നിന്റെ മേൽ ഡെലിവറൻസിനെ കൊണ്ടുവരുവാൻ, ഇന്ന് നിന്റെ മേൽ ഒരു പരിശുദ്ധാത്മാവിന്റെ പകർച്ചകൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന, വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന, കാലങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ
ഇന്ന് നീ ജയിച്ചു കയറാൻ പോകുക. ഓ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു. ഭയങ്കര ആത്മീക യുദ്ധമാ. എനിക്ക് പുറമെ ചലിക്കാൻ കഴിയുന്നില്ല, പുറമെ ഒന്ന് മൂവ് ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്നു പകലിൽ നിന്റെ മൂവ് ചെയ്യാൻ പറ്റാത്ത, നിനക്ക് ചലിക്കാൻ കഴിയാത്ത ആ മേഖലയിലേക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ച് നിന്നെ കെട്ടിയിരിക്കുന്ന ചില കെട്ടുകളെ അഴിച്ചു കളയുകയാണ്. ഇന്ന് നീ ആ സ്പിരിച്വൽ വാറിനകത്ത്, ആത്മീക യുദ്ധത്തിനകത്ത് കാലങ്ങൾ കൊണ്ട് പോരാടുന്ന ചില മേഖലകൾക്കകത്തേക്ക്, നിന്റെ പുറമെയുള്ള മേഖലകൾക്കകത്ത് ദൈവശക്തി ഇറങ്ങുമ്പോൾ, നിന്റെ മേൽ ദൈവശക്തി ഇറങ്ങുമ്പോൾ, നിന്റെ ആത്മ മനുഷ്യൻ യുദ്ധം ചെയ്യുന്ന മേഖലകളിൽ നീ ജയിച്ചു കയറാൻ പോവുകയാണ്. Hallelujah. Amen. Hallelujah. കേട്ടോ, ഇന്ന് സാക്ഷി ഉണ്ടാകാൻ പോവാ, സാക്ഷി ഉണ്ടാകാൻ പോവാ. ആമേൻ പറഞ്ഞോ, സാക്ഷി ഉണ്ടാകാൻ പോവാ. കാലങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട്, മാസങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട്, ഈ വേർഡുകൾ നിങ്ങൾ എഴുതിയെടുത്തോണം. കാലങ്ങൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട്, ദിവസങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റവും കാണാൻ കഴിയുന്നില്ല. എത്ര തന്നെ പോരാടിയിട്ടും ജയിക്കാൻ കഴിയുന്നില്ല. കാരണം നിന്റെ മേൽ വിക്ടറിക്കായിട്ടുള്ളൊരു ഇമ്പാർട്ടേഷൻ ഇന്ന് നടക്കാൻ പോവുകയാണ്. നീ ജയിച്ചു കയറാൻ വേണ്ടിയുള്ള, നീ ജയിച്ചു കയറേണ്ടതുള്ള വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടാനുള്ള ഒരു ദൈവശക്തിയുടെ ഒരു പകർച്ച. ശബലം തലവൈഡബലം തലവൈഡബലം ധരെ ഓ റബലം തലവൈഡബലം തലജൂരാപ്സേ ക്ലിയർ ആവുക. ഓ ഓ ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിന്നിൽ ക്രിസ്തുവിനെ ജനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഇമ്പാർട്ടേഷൻ ഉണ്ട്. ആമേൻ പറ. ആമേൻ. ഹല്ലേലൂയ. നിന്നിൽ പുതിയ മനുഷ്യനെ ജനിപ്പിക്കാനുള്ള ഒരു ഇമ്പാർട്ടേഷൻ ഉണ്ട്. നിന്നിൽ കൃപാവരത്തെ ജ്വലിപ്പിക്കാനുള്ള ഇമ്പാർട്ടേഷൻ ഉണ്ട്. ആമേൻ. നിന്നെ ഒരു ശുശ്രൂഷകനായി ലോക രാജ്യങ്ങളിലേക്ക് നയിക്കാനുള്ള ഇമ്പാർട്ടേഷൻ ഉണ്ട്. പകർച്ചകൾ, പകർച്ചകൾ പറ, പകർച്ചകൾ, പരിശുദ്ധാത്മാവിന്റെ പകർച്ചകളുണ്ട്. എന്നാൽ ഇന്ന് നീ അറിയണം, ഇന്ന് ഇറങ്ങുന്നത് നിനക്ക് ജയിക്കാൻ കഴിയാത്ത മേഖലയിൽ നിന്നെ ജയിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ച ഉണ്ടാകാൻ പോവുകയാണ്. ആമേൻ, ആമേൻ. നോക്ക, യേശുവിന്റെ ആത്മാവ് പോലും 3 ദിവസം ആത്മതലങ്ങളിൽ യുദ്ധം ചെയ്യുക. എപ്പോഴാ വിക്ടറി നടന്നേ? 3-ാമത്തെ ദിവസം എന്ന് പറയരുത്. പകരം പറയേണ്ടത് ദൈവമോ യേശുവിൻ്റെ ശരീരത്തിൻ്റെ മേൽ, അവൻ്റെ മേൽ ഒരു വിക്ടറിയുടെ ആത്മാവിനെ പകർന്നോ, എപ്പോൾ അയച്ചോ,
ആമേൻ പറ. അപ്പൊ നമ്മൾ ആത്മീക യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് സ്വയമേ, നമ്മുടെ സ്വയം ഇമ്പാർട്ടേഷൻ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ഇത്രയുള്ള പകർച്ച കൊണ്ട് മാത്രം നടക്കത്തില്ല. നമ്മുടെ മേൽ ഒരു വിക്ടറിയുടെ പകർച്ച ഉണ്ടാകണം. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഒരു സ്വാതന്ത്ര്യത്തിന്റെ അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കണം. ഇന്ന് ഞാൻ പറയുന്നത് നിന്റെ മേൽ ഒരു വിക്ടറിയുടെ അഭിഷേകം ഇറങ്ങുകയാണ്. ആമേൻ, സ്തോത്രം. അപ്പൊ ദൈവം മരണഭാഷങ്ങളെ അഴിച്ചപ്പോൾ രണ്ട് ഏരിയയിൽ ഒരുപോലെ കർത്താവിൽ സംഭവിച്ച രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എന്നെ ശ്രദ്ധിച്ചോ, ഒന്നാമത്തെ ഏരിയ, യേശുവിൻ്റെ ആത്മാവ് പാതാളത്തിൽ നിന്നും ഭൂമിയിലേക്ക് കയറി വന്നു. ആമേൻ പറ. ജയിച്ച് കയറി വന്നു. ആമേൻ പറ. അങ്ങനെ പറ, ജയിച്ച് കയറി വന്നു. രണ്ടാമത്തെ ഏരിയ, യേശു കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ആമേൻ. രണ്ട് കാര്യങ്ങൾ. ആമേൻ. ഒരു വിക്ടറിയുടെ അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആത്മ മനുഷ്യൻ യുദ്ധം ചെയ്യുന്ന ഇടത്ത് നിന്ന് നമ്മുടെ ആത്മ മനുഷ്യൻ ജയിച്ച് ജയാളിയായി അവൻ എഴുന്നേൽക്കും, അവൻ കയറി വരും. ആമേൻ. രണ്ട്, നമ്മൾ പുറമേ എന്ന് പറഞ്ഞാൽ പുറമേ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത നിരാശയായിരിക്കാം, വല്ലാത്ത തകർച്ചയായിരിക്കാം, മരിച്ച അവസ്ഥയായിരിക്കാം, ഇനി ചലിക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്ന ഏരിയ ആയിരിക്കാം. പക്ഷെ വിക്ടറിയുടെ അഭിഷേകം വരുമ്പോൾ നീ ആത്മാവിൽ മാത്രമല്ല ജനിക്കുന്നത്, നിന്റെ പുറമേ ഉള്ള മനുഷ്യനിൽ നീ ജയിക്കും. ആമേൻ. നിന്റെ പുറമേ ഉള്ള അവസ്ഥകളിൽ നീ ജയിക്കും. ഇന്നത്തെ പകലിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, ഈ പകലിൽ നീ പുറമേ ജയിക്കാൻ പോവുകയാണ്. കാലങ്ങൾ കൊണ്ട് നീ ചില വിഷയങ്ങൾക്കകത്ത്, ഇന്ന വിഷയങ്ങൾക്കകത്ത് ഒരു മാറ്റം വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ പുറമേ നിന്റെ ജീവിതത്തിൽ നീ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ആ മേഖലകൾക്കകത്ത് ഒരു ഉയർത്തെഴുന്നേൽപ്പുകൾ, ഒരു റിസറക്ഷനുകൾ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ദൈവം മരണഭാഷങ്ങളെ അഴിച്ചു. അതുകൊണ്ട് യേശു പറ ഉയർത്തെഴുന്നേറ്റു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ പകരുമ്പോൾ, ഞാൻ പറയാം, വീണ്ടും വീണ്ടും പറയാം, നമ്മുടെ മേൽ ഒരു ഇമ്പാർട്ടേഷൻ നടന്നപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആദ്യമായി രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ നമ്മുടെ മേൽ ഒരു പകർച്ച വന്നു. ഈ പകർച്ച വരുമ്പോൾ അതിൽ കൂടെ നമ്മിൽ പലതും തുറക്കപ്പെടും. ആമേൻ പറ. പലതും തുറക്കപ്പെടും. പക്ഷെ ചില പർട്ടിക്കുലർ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മേൽ ഒരു സ്പെഷ്യൽ ഇമ്പാർട്ടേഷൻ ആവശ്യമാണ്. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം എടുത്താൽ നിങ്ങൾക്കറിയാൻ പറ്റും. ആദ്യത്തെ ഭാഗങ്ങളിൽ യേശു ആത്മാവിൻ്റെ ശക്തിയെ പരീക്ഷ കഴിഞ്ഞ ശേഷം പ്രാപിച്ചെടുത്തു. ആമേൻ പറഞ്ഞാട്ടെ. ആ ആത്മാവിൻ്റെ ശക്തിയോടെയാണ് ഗലീലയിലേക്ക് മടങ്ങി ചെല്ലുന്നത്. അനേകം ശുശ്രൂഷകൾ ചെയ്യുന്നു, അനേകം കാര്യങ്ങൾ ചെയ്യുന്നു. രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു, അങ്ങനെ പല കാര്യങ്ങൾ. എന്നാൽ ഗത്സമനയിൽ അടുത്ത പ്രധാനപ്പെട്ട നിയോഗത്തിൻ്റെ, ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗത്തിൻ്റെ സമയത്തിൽ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നിൽ നിന്ന് ഈ പാനപാത്രം കഴിയുമെങ്കിൽ എടുക്കാമോ? അവൻ പറഞ്ഞാട്ടെ. അതുകൊണ്ട് അതെന്താ യേശു അങ്ങനെ പറഞ്ഞേ? നിങ്ങൾക്ക് സൺഡേയിലെ മീറ്റിങ്ങിന് നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ, അതിരിക്കുന്ന ചിലരോട് ഞാൻ പറയാം, സൺഡേയിലെ മീറ്റിങ്ങിന് വരാൻ പറയുമ്പോൾ വരാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ റെവലേഷൻ അന്ന് തുറക്കപ്പെടും. അന്ന് അത് തുറന്നു തരും. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി വരും. യേശു എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. അപ്പോൾ ഗത്സമനയിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നു, എന്നിൽ നിന്ന് കഴിയുമെങ്കിൽ ഈ പാനപാത്രം
നീക്കാൻ പറ്റുമോ? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ. ആമേൻ. ആ സമയത്ത് സംഭവിച്ച ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. യേശു ക്രിസ്തു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി വന്നു. പക്ഷെ ഈ ശക്തി കൊണ്ട് ഗത്സമനയിൽ കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? മതിയാവുന്നില്ല. ആമേൻ പറഞ്ഞാട്ടെ. ഗത്സമനയിൽ ആ ശക്തി കൊണ്ട് മാത്രം അടുത്ത പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ അല്ലെങ്കിൽ പ്രവചന നിവർത്തീകരണത്തിൻ്റെ ആ പ്രധാനപ്പെട്ട ആ കാര്യത്തിലേക്ക് കർത്താവ് സ്റ്റെപ്പ് ചെയ്തപ്പോൾ, യേശുവിന് മനസ്സിലായി, എനിക്ക് ആ ശക്തി കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനകത്ത് ജയിക്കാൻ കഴിയത്തില്ല. ആമേൻ പറ. ആമേൻ. അപ്പോഴാണ് വചനം പറയുന്നത്, ദൈവം തൻ്റെ ദൂതനെ അയച്ച് യേശുവിനെ ശക്തീകരിച്ചു. കണ്ടോ? ദൂതനെ അയച്ച്. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ മേൽ ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നു. ആമേൻ. ഈ അഭിഷേകം കൊണ്ട് മാത്രം നമുക്ക് എല്ലാ കാര്യവും പറഞ്ഞേ ചെയ്യാൻ. ആമേൻ. അപ്പൊ അതിന് നമുക്ക് എന്ത് വേണം? അതുകൊണ്ടാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ എപ്പോഴും ആത്മാവിൽ നിറഞ്ഞു വരണം. ഇപ്പോ ഈ കുപ്പിയിൽ ഒരു വെള്ളമുണ്ട് അല്ലേ? ഇത് ഫുള്ളും ഈ വെള്ളം ഇവിടം വരെ എത്തിയാലേ ഈ വെള്ളം നിറഞ്ഞെന്ന് പറയാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ ഇതിനകത്ത് വെള്ളമുണ്ട്, എന്തില്ല? പറഞ്ഞേ. ഈ കുപ്പിയിലെ വെള്ളം ഇപ്പൊ ഇവിടം വരെ ഉള്ളൂ. ഇത് ഇവിടം വരെ എത്തിയാൽ മാത്രമേ ഇത് നിറഞ്ഞെന്ന് വരൂ. അല്ലാത്ത പക്ഷെ ഇത് എന്തില്ല? വെള്ളമുണ്ട്, എന്തില്ല? നിറവില്ല. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവുണ്ട്, നിറവ്, ശക്തിയുണ്ട്. ആമേൻ പറഞ്ഞാട്ടെ. അപ്പൊ നമുക്ക് എന്ത് വേണം? നിറവ് വേണം. അപ്പൊ ഇതിനെ നിറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു കർത്താവ് പറഞ്ഞു, ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവജല നദികളെ ഒഴുക്കും. അപ്പൊ കർത്താവിൻ്റെ അടുക്കൽ വരണം. അപ്പൊ എന്ത് ചെയ്യും? കർത്താവ് ജീവജല നദികളെ ഒഴുക്കും. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മേൽ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിനെ അയക്കും. ഈ കുപ്പിയിൽ ഇനി എങ്ങനെ വെള്ളം നിറയ്ക്കും? ഇത് സ്വയമേ നിറഞ്ഞു വരുമോ? പറഞ്ഞൊന്ന് നിറഞ്ഞു വരുമോ? എന്ത് ചെയ്യണം? ഇതിനകത്ത് മറ്റൊരു വെള്ളം ഒഴിക്കണം. എന്നാലേ, എന്നതുപോലെ നമ്മുടെ മേൽ ആത്മാവിൻ്റെ അടുത്ത നിറവുണ്ടാകണമെങ്കിൽ നമ്മുടെ മേൽ പകർച്ചകൾ ഉണ്ടാകണം. ആമേൻ. നോക്ക, യേശുവിന് ഇവിടെ ആവശ്യമായിരുന്നു പകർച്ചകൾ. ദൂതന്മാരാൽ അടുത്ത ശക്തീകരണം ഉണ്ടാകുക. ആമേൻ. അടുത്ത യേശു ക്രിസ്തു നിങ്ങൾ ക്രൂശിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ക്രൂശിൽ കിടക്കുമ്പോൾ, എൻ്റെ ദൈവമേ നീ എന്നെ അതുവരെ യേശു കർത്താവ്, നിങ്ങൾ എവിടെ വായിച്ചാലും നിങ്ങൾക്ക് കാണാൻ കഴിയും, യേശു കർത്താവ് ഉയരത്തിലേക്ക് നോക്കുമ്പോൾ വിളിക്കുന്ന ഒരൊറ്റ കാര്യം, എൻ്റെ പിതാവേ. സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ. ക്രൂശിൽ മേൽ എന്തായി? എൻ്റെ ദൈവമേ എന്നായി. ആമേൻ. കാരണം കർത്താവ് ഗത്സമനയിൽ അനുഭവിച്ച ഒരു ദൈവശക്തി പോരാ, ഇനി അടുത്തൊരു കാര്യം ചെയ്യാൻ. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. അടുത്തത് എന്താണെന്നറിയാമോ? അടുത്തത് യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞാൽ അടുത്തത് നേരെ യേശുവിൻ്റെ ആത്മാവ് പാതാളത്തിൽ യുദ്ധത്തിന് പോകണം. ആമേൻ. അതിനെന്തു വേണം? അടുത്തൊരു. ആമേൻ. ഹല്ലേലൂയ. യേശു ക്രിസ്തു യുദ്ധത്തിന് പോയി. ആത്മീക യുദ്ധത്തിൽ യേശു പങ്കാളിയായി. എന്നാൽ ആത്മീക യുദ്ധത്തിൽ ജയിക്കണമെങ്കിലും യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഈ പ്രവചനം നിവർത്തീകരിക്കപ്പെടണമെങ്കിലും ഇനി അടുത്തത് എന്ത് വേണം? അടുത്ത പകർച്ച.
ആമേൻ. അതാ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ അവന്റെ ആത്മാവിനാൽ ഉയർപ്പിച്ചു. ദൈവമോ തന്റെ മരണപാശങ്ങളെ അഴിച്ചു. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ കാണാൻ കഴിയുന്നു, ആത്മാവിനെ പകർന്ന് ആത്മശക്തിയാൽ കെട്ടുകളെ അഴിച്ച് യേശുവിനെ ഉയർപ്പിച്ചു. ആമേൻ പറഞ്ഞാട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആദ്യ സമയങ്ങളിൽ ഒരു പകർച്ച നിങ്ങളുടെ മേലുണ്ടായി. ആ പകർച്ച കൊണ്ട് മാത്രം നിങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്ന അടുത്ത ഘട്ടങ്ങളിൽ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത തലങ്ങളിൽ മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തു വേണം? അടുത്തൊരു പകർച്ച വേണം. ആമേൻ. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടുന്നത്, നിന്റെ മേൽ ഒരു വിക്ടറി സംഭവിക്കാൻ പോകുകയാണ്, നിന്നിൽ ഒരു ഉയർപ്പ് സംഭവിക്കാൻ പോകുകയാണ്. അവൻ മരണപാശങ്ങൾ നിന്നെ പിടിച്ചു വച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുകയാണ്, മരണപാശങ്ങൾക്കോ നിന്നെ പിടിച്ചു വെക്കുന്നത് അസാധ്യമാകാൻ പോവുകയാണ്. മരണത്തിന് നിന്നെ പിടിക്കാൻ കഴിയുന്നത് അസാധ്യമാകാൻ പോവുക. കാരണം നിന്റെ മേൽ അടുത്തൊരു പകർച്ച. ഓ ഈ പകലിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? ഓ യെസ്, ഇതിന്റെ അടുത്ത ഘട്ടങ്ങൾ അടുത്ത ഫ്രൈഡേ ഓർ സാറ്റർഡേ, ഇതിന്റെ അടുത്ത ഘട്ടം, അതാ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ. ഇതിൻ്റെ ഏറ്റവും തുടക്ക ഭാഗമേ നമ്മളായിട്ടുള്ളൂ. എന്നാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഭാഗങ്ങൾ അടുത്ത ആഴ്ച ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് എടുക്കുന്നതായിരിക്കും, ലാബ്രാബാസേനത്തെ. പക്ഷേ ഇന്ന് ദൈവാത്മാവ് വേഗത്തിൽ കൊണ്ടുപോയത് നമ്മുടെ മേലൊരു പകർച്ചയിടാൻ പോവുകയാണ്. ഒന്ന് പ്രാർത്ഥിക്കാമോ? യേശു പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ എത്രയധികം ചോദിക്കും. ഇന്ന് പകലിൽ ഒന്ന് ചോദിച്ചാട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഓ പ്രാർത്ഥിച്ചോ. അത് മുട്ടോളമല്ല, അത് അരയോളമല്ല, നീന്തിയിട്ട് കടപ്പാൻ കഴിയാതെ വണ്ണമുള്ള ഒരു നിറവിലേക്ക് ഇന്ന് പ്രാർത്ഥിര. നിങ്ങളുടെ മേൽ ഒരു ആത്മ നിറവ് സംഭവിക്കാൻ പോകുക. പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ ഇന്ന് നിങ്ങളുടെ മേൽ പകരുന്ന ഒരു പകർച്ച, നിങ്ങൾ ജയിക്കാൻ കഴിയാതെ കിടക്കുന്ന ആത്മീക യുദ്ധങ്ങളിൽ നിങ്ങളെ ജയിപ്പിക്കുകയും, നിങ്ങളുടെ പുറമെയുള്ള മനുഷ്യനിൽ നിങ്ങൾ പലപ്പോഴും നിരാശപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങളിൽ, നിർജീവമായിരിക്കുന്ന വിഷയങ്ങളിൽ, തളർന്നിരിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഒരു ഉയർപ്പിനെ സംഭവിപ്പിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ പകർച്ച, ഒരു ദൈവശക്തിയുടെ പകർച്ച. ഉടവലഘടകതലക ശാന്തരാതലഘടകതനക സിയാധരഘടകതന ഉടവലഘടകതന ദലഘടകതനക ശാന്തര അതലഘടകതലകതിയാം പ്രബലഘടകതന ധീരവലവൗഷമലഘടകതന. ഓ പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ പരിശുദ്ധാത്മാവേ,
ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഓ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഓ കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാ. ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാ. ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ, നിൻ ജനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ, നിൻ ജനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശക്തി ശക്തി പകർന്ന്. ഓ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടവേ. ഓ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഓ ശമനന്തര പരിശുദ്ധ. ഇന്ന് പകലിൽ എത്ര പേർ അങ്ങനെ തന്നെ പാടും? കർത്താവേ, ഞങ്ങൾക്ക് ദൈവശക്തിയെ വേണം, ദൈവാത്മാവിന്റെ അടുത്തൊരു നിറവിനെ വേണം, ആത്മീക യുദ്ധങ്ങളിൽ ജയിക്കുവാൻ. ആമേൻ ആമേൻ. ചില ഉയർപ്പുകൾ സംഭവിക്കുവാൻ. ഓ ഓ ഓ ഓ മരണപാശങ്ങൾ അഴിക്കണം. പരിശുദ്ധാത്മാവേ ശമനന്തരന. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഓ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം ആരവേ. പരിശുദ്ധാത്മാവേ ശക്തി പകർ. ഉടവൻ തലവൻ തലവ ഉട. ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ. വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും ഇന്ന് പകലി അങ്ങനെ ആരാന്ന് ആവശ്യപ്പെടുന്നത്? കർത്താവേ, എന്നിലുള്ള കൃപകളും വരങ്ങളും ഒന്ന് ജ്വലിക്കണം. കാരണം എൻ്റെ മേൽ അടുത്തൊരു നിയോഗം വെച്ചിരിക്കുന്നു. ആ നിയോഗങ്ങളിൽ മൂവ് ചെയ്യാൻ എൻ്റെ മേൽ അടുത്ത തലങ്ങളിൽ കൃപാവരങ്ങളെ, കൃപാദാനങ്ങളെ, ആമേൻ, ആ വരങ്ങളെ ജ്വലിപ്പിക്കുവാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ശബലം തലവയുടെ ഓ കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ. ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ.
പിന്മഴയെ വീണ്ടും അയക്കണമേ, നിൻ ജനമുണർന്നിടുവാൻ. ഓ പിന്മഴയെ വീണ്ടും അയക്കണമേ, നിൻ ജനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ഉടവൻ ചലവൈടവനം തലവൈടേ ശവനം തലവൈടേ റിവനം തലവൈട ശുരിവിരി വിരി വിരിയ തലവം ഉടവനം തലവൈടവനം തലവൈടവനം തലവൈ ഉടവ ഉടവ ശമന ധനവ അതരം തലവൈടവലം തലവൈടവലം തലജൂരവലം തലവൈടവ ഹേ ലവനം തലവൈടവലം തലജൂരവലം തലവൈടവലം തലജൂരവലം ഹേ. യെസ് 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 യെസ്. ഒരു വിക്ടറിയുടെ അഭിഷേകം ഇതിനകത്ത് പകരപ്പെടട്ടെ. വിക്ടറിയുടെ ശക്തി വ്യാപരിക്കട്ടെ. മരണപാശങ്ങളെ അഴിക്കുന്ന ദൈവശക്തി. ആമേൻ. ആത്മീക യുദ്ധങ്ങളിൽ നിന്നെ ജയിപ്പിക്കുന്ന ദൈവശക്തി, നിന്റെ തകർച്ചകളിൽ നിന്ന് നിന്നെ ഉയർപ്പിക്കുന്ന ദൈവശക്തി, നിന്നെ ആത്മീക യുദ്ധങ്ങളിൽ ആമേൻ പൈശാചിക മണ്ഡലങ്ങളെ കീഴടക്കുന്ന ഒരു ദൈവശക്തി. യാം തേരേ യാം ദോരാ ജൂരാ ദാനാ ധീരാ ദേ ഓ ശേരേ ഗരേ വൈഡാ ദാനാ ധാരാ ദാലി ബാരാദാ ഓ ഉഡാരാ ദാലി ബാരാദാ വൈഡാ ജാലാ ധൂരാ ജാലാ ശംദല വൈഡവനം ദല വൈഡവനം ഉഡാ ജാലാ ധീരാ ദാലാ ജൂരാ ദാലാ ധീരാ ദാലാ വൈഡാ ദാലാ ജൂരാ ദാലാ അദാനാ ജൂരാ ദാലാ വൈഡാ ദാലാ ജൂരാ ദാലാ ഹന്ദാ രാജാ രീഗദാ ഐഡം ഭാരം ജൂര തേരേ വൈശമനം ദല ജൂരവലന്തേ. യെസ് 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 യെസ്. ഇതുവരെ നിന്റെ മുമ്പിൽ കീഴടങ്ങാത്ത ചില പൈശാചിക മണ്ഡലങ്ങൾ, ഇത് മുമ്പ് നിന്റെ മുമ്പിൽ കീഴടങ്ങാത്ത ചില വാശകൾ, നിന്റെ മുമ്പിൽ കീഴടങ്ങാത്ത ചില ശക്തികൾ ഇന്ന് നിന്റെ മുമ്പിൽ കീഴടങ്ങുകയാണ്. ഒരു ദൈവശക്തി. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർ കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷം Hallelujah,
യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം. ഓ ജയം ജയം, ഹല്ലേലൂയ, ജയം ജയം, ജയം ജയം, ഹല്ലേലൂയ. യേശു ജയം ജയം, ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം, ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തെയും. ശത്രുഗണമൊന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോ. ശത്രുഗണമൊന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോ. വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയും വൈരികൾ. ജയം ജയം, ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം, ഹല്ലേലൂയ. യേശുനാഥൻ പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. ജയം ജയം, ഹല്ലേലൂയ, ജയം ജയം. യെസ് യെസ്, ജയിപ്പിക്കുന്ന കരം ഇന്ന് പകൽ ഇറങ്ങുകയാണ്. ജയിപ്പിക്കുന്ന കരം, നിന്നെ ജയിപ്പിക്കുന്ന കരം, നിന്നെ ജയിപ്പിക്കുന്ന കരം. ആ ഫറവോന്റെ മേൽ ജയിപ്പിക്കുന്ന കരം. ഫെലിസ്ത്യന്റെ മേൽ ജയിപ്പിക്കുന്ന കരം. മിസ്രൈമിന്റെ മേൽ ജയിപ്പിക്കുന്ന കരം. ഹാമാന്റെ മേൽ ജയിപ്പിക്കുന്ന കരം. ഹല്ലേലൂയ. ഇതൊരു വലിയ ഗ്രേസ് ആണ് കേട്ടോ, വലിയ ദൈവകൃപയാണ്. ഇന്നു പകലിൽ ഇവിടെ ഇറങ്ങിയ ദൈവത്തിൻ്റെ കരം ഇന്ന് നിങ്ങളോടൊപ്പം ചലിക്കാൻ പോകുക. റസിഖേനിയാന്തല വചനം പറയുന്നു, അന്തോക്യയിൽ ചെന്നാറേ അവർ വചനം പ്രസംഗിച്ചു. കുറച്ചു നാള് അവർക്ക് അറിയാവുന്നവരോടൊക്കെ പ്രസംഗിച്ചു. പക്ഷേ അവർ ജാതികളിലേക്ക് തിരിഞ്ഞ സമയം ദൈവത്തിൻ്റെ കരം അവരോട് കൂടെ വന്നു. ആമേൻ ആമേൻ. സാധാരണക്കാരുടെ കൂടെ ദൈവത്തിൻ്റെ കരം ഇറങ്ങിയപ്പോൾ ആമേൻ മർക്കോസിന്റെ മാളിക മുറിയിൽ അപ്പോസ്തലന്മാരെ കൊണ്ടൊരു ഉണർവ് സംഭവിച്ചു. പക്ഷേ അന്തോക്യയിൽ ദൈവത്തിൻ്റെ കരം സാധാരണക്കാരുടെ മേൽ ഇറങ്ങിയപ്പോൾ സാധാരണക്കാരെ കൊണ്ടൊരു ഉണർവ്. ഇന്ന് പകലിൽ ആത്മാവ് പ്രവചിക്കുന്നു, നിന്നെ കൊണ്ടൊരു ഉണർവ്. ഇത് നിന്നെ ഡെലിവറി ചെയ്യുന്നത് മാത്രമല്ല, നിന്നിൽ കൂടെ അനേക ആയിരങ്ങളെ ഡെലിവറി ചെയ്യുന്ന വെളിപ്പെടുക വെളിപ്പെടുക, ആ ദൈവശക്തി വെളിപ്പെടുക. യെസ് യെസ്, നീ ഇന്നൊരു സാധാരണക്കാരനാ, ഒരു സാധാരണക്കാരിയാ. പക്ഷെ നിന്റെ മേൽ ഇന്നിറങ്ങുന്ന ദൈവശക്തി ഉണ്ടല്ലോ, അത് നിന്നെ അസാധാരണക്കാരനാക്കാൻ പോകുക. യെസ്, ഓ യെസ് യെസ് യെസ്. നിന്റെ ആത്മീക യുദ്ധത്തിൽ നീ ജയിക്കുന്നു. നീ ആയിരിക്കുന്ന അവസ്ഥകൾക്കകത്ത് ഒരു ഉയർപ്പ് സംഭവിക്കുന്നു. വീണ്ടും ആത്മാവ് പ്രവചിക്കുകയാണ്, നിന്നിലൂടെ ആമേൻ ദൈവം അസാധാരണ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. നിന്നെ കർത്താവ് ഉപയോഗിക്കാൻ പോവുക. കാലങ്ങൾ കൊണ്ട് വെയിറ്റ് ചെയ്യുന്ന നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോവുക.
ഉപയോഗിക്കാൻ പോകുക. ജാതികളെ തൊടുന്നൊരു അഭിഷേകം. മുട്ടോളമല്ല, ഇതൊരു കൂട്ടത്തിന്റെ മേൽ വീഴുകയാണ് ഈ അഭിഷേകം. ഈ ഒരു പകർച്ച, ഈ ദൈവശക്തിയുടെ, ദൈവാത്മാവിന്റെ പകർച്ചകൾ, പകർച്ചകൾ 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 പകർച്ചകൾ. കാലിന് തീ പിടിക്കുക, കാലിന് തീ പിടിക്കുക, തീ പിടിക്കുക, തീ പിടിക്കുക, തീ പിടിക്കുക. ആത്മതലങ്ങളിൽ യുദ്ധത്തിൽ ജയിക്കുകയാണല്ലോ യേശുവിന്റെ നാമത്തിൽ. ഈ പട്ടണത്തിനകത്ത് കാലങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യുന്ന നീ, ആത്മതലങ്ങളിൽ യുദ്ധം ചെയ്യുന്ന നീ, വാഴ്ചകളോടും അധികാരങ്ങളോടും, അന്ധകാരത്തിലെ ആമേൻ ആ അധികാരങ്ങളോടും, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും, ആ പൈശാചിക സിംഹാസനങ്ങളോട് കാലങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്തിട്ടും ജയിച്ചു കയറാൻ കഴിയാത്ത നിന്നെ, നിന്റെ മേൽ ദൈവശക്തിയുടെ പകർച്ചയാൽ നീ ആത്മതലങ്ങളിൽ ജയിച്ചു കയറാൻ പോവുകയാണ്. ഈ ദൈവശക്തി ഇറങ്ങിയാൽ, വിക്ടറിയുടെ ദൈവശക്തി ഇറങ്ങിയാൽ, ദൈവത്തിന്റെ ആ കരമിറങ്ങിയാൽ അത് മരണഭാഷങ്ങളെ അഴിച്ചു കളയും. അത് നിന്റെ പുറമെയുള്ള ജീവിതത്തിൽ നിന്നെ ലോക്ക് ചെയ്ത ലോക്കുകളെ അഴിക്കുന്നതാണ്. ഇന്ന് അൺലോക്കിങ്ങിന്റെ സമയമാണ്. അൺലോക്കിംഗ് ഞാനത് പ്രവചിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അൺലോക്കിംഗ് സംഭവിക്കട്ടെ. ചിലരുടെ യാത്രകൾ അൺലോക്ക് ആവുകയാണ്. ചില പേപ്പർ വർക്കുകൾ അൺലോക്ക് ആവുകയാണ്. ചില മുടങ്ങിക്കിടക്കുന്ന ചില ഫിനാൻസ് അൺലോക്ക് ആവുകയാണ്. രോഗങ്ങൾ ശരീരങ്ങളിൽ നിന്ന് അഴിഞ്ഞു മാറുന്നു. യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. യേശു ആരിലും മതിയായവൻ. യെസ്, ഒന്ന് അതരം തുറന്നൊന്ന് പറയാൻ കഴിയുമെങ്കിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞാട്ടെ, നോ മോർ ഡെത്ത്. ഒന്ന് പറഞ്ഞേ, നോ മോർ ഡെത്ത്. ഒന്ന് പറഞ്ഞേ, അതരങ്ങൾ തുറന്ന്, നോ മോർ ഡെത്ത്. ഇനി മരണമില്ല. ആമേൻ പറ. ഇനി മരണമില്ല. കാരണം മരണപാശങ്ങൾക്ക് നിന്നെ പിടിച്ചു വെക്കുന്നത് അസാധ്യമാണ്. ആമേൻ, ആമേൻ. മരണപാശങ്ങൾക്ക് നിന്നെ പിടിച്ചു വെക്കുന്നതിനപ്പുറം പിടിക്കാൻ പോലും അസാധ്യമാണ്. ആമേൻ. നീ ആ ഒരു സീസണിലേക്ക് കയറുകയാണ്. ഓ യേശുവിന്റെ നാമത്തിൽ
നാമത്തിൽ. ഓ ഓ മഹത്വമേ, മരണത്തെ ജയിച്ച മഹത്വമേ, ഓ മഹത്വമേ, മഹത്വമേ, പിൻപടയായി ഡിക്ലെയർ ചെയ്യുക, മഹത്വമേ, മഹത്വമേ, മരണത്തെ ഡീല് ചെയ്യുന്ന ഒരു തലമുറ, മരണത്തെ ഡീല് ചെയ്യുന്ന ഒരു തലമുറ, മരണത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു തലമുറ, മരണത്തെ തകർക്കുന്ന ഒരു തലമുറ, മരണത്തിനെ കീഴടക്കുന്ന തലമുറ, മരണത്തിന്റെ കരങ്ങളെ ആമേൻ അഴിക്കുന്ന ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേറ്റ് വരികയാണ്. ഓ മഹത്വമേ, മഹത്വമേ, മരണത്തെ മഹത്വമേ, മഹത്വമേ, മരണത്തെ മഹത്വമേ, മഹത്വമേ, മഹത്വം ഇറങ്ങുന്നു, മഹത്വം ഇറങ്ങുന്നു ഇതിനകത്ത്. മഹത്വം, മഹത്വം, മഹത്വം. ഗ്ലോറി ഓഫ് ഫാദർ, ദൈവത്തിന്റെ മഹത്വം, പിതാവിന്റെ മഹത്വം. ആ പിതാവിന്റെ മഹത്വമാണ് മരണത്തെ കീഴടക്കുന്നത്, മരണത്തെ പിടിച്ചടക്കുന്നത്, മരണത്തിന്റെ പാശങ്ങളെ അഴിക്കുന്നത്, മരണത്തിന്റെ അധികാരങ്ങളെ തകർക്കുന്നത്. ഇനി നിന്നെ മരണത്തിന് തൊടാൻ കഴിയത്തില്ല, മരണപാശങ്ങൾക്ക് പിടിക്കാൻ കഴിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവൻ നിന്റെ ഉള്ളിലുണ്ട്. Yes, 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 yes. നീ മരണത്തെ ക്യാൻസൽ ചെയ്ത ക്യാൻസലാണ്, നീ മരണത്തെ അഴിച്ചാൽ അഴിച്ചതാണ്, നീ മരണത്തെ പൊട്ടിച്ചാൽ അത് പൊട്ടി. ഭാവ 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 മരണത്തെ ഡീൽ ചെയ്യുന്ന ഒരു ദൈവശക്തിയുടെ പകർച്ച. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കരം ഒന്നിങ്ങനെ പിടിക്കാമോ? ഒന്നിങ്ങനെ പിടിക്കാമോ? ഒന്ന് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ കരങ്ങളിൽ മരണത്തിന്റെ താക്കോലിനെ തരാൻ പോകുക, മരണത്തിനെ ഡീൽ ചെയ്യാനുള്ള താക്കോൽ. കാരണം മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവൻ യേശുവാ. ആ കർത്താവ് ഇന്നു പകലിൽ ചിലരുടെ മേൽ ആ കീയെ തരാൻ പോകും. ഇങ്ങനെ ഒന്ന് പിടിക്കുക. ഓൺലൈനിൽ ഞങ്ങളെ കാണുന്നവർ ഇങ്ങനെ പിടിച്ചോ. നിങ്ങളുടെ കരങ്ങളിൽ ആ കീ തരാൻ പോകുക. മരിക്കാൻ കിടക്കുന്നവനെ നീ പോയിട്ട് സൗഖ്യമായി എഴുന്നേൽക്ക എന്ന് പറഞ്ഞാൽ അവൻ എഴുന്നേറ്റിരിക്കും. മരിക്കാനിരിക്കുന്ന, ആത്മഹത്യക്കിരിക്കുന്നവനെ നോക്കിയിട്ട് ഇല്ല, നിന്റെ ലൈവിനകത്ത് ആത്മഹത്യ നടക്കത്തില്ല, നീ ജീവനിൽ കയറാൻ പറഞ്ഞാൽ അവന്റെ ലൈവ് തിരിയപ്പെടും. കീ ആയത് താക്കോല, താക്കോൽ. Oh, no more death, no more death. യേശുവിന്റെ നാമത്തിൽ right now കർത്താവേ, ഈ ജനത്തിന്റെ മേൽ റെവലേഷൻ പത്രോസിന്റെ മേൽ തുറക്കപ്പെട്ട ആ റെവലേഷനോട് റൈറ്റ് ആയിട്ട് പ്രതികരിച്ചപ്പോൾ ഭൂമിയെ തുറക്കുവാനും അടയ്ക്കുവാനുമുള്ള സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കൊടുത്തെങ്കിൽ ഇന്ന് ഇവിടെ തുറക്കപ്പെട്ട ഈ റെവലേഷൻ ഇത് ഇന്ന് അതുപോലെ സ്വീകരിച്ചവരുടെ മേൽ കീയെ തുറക്കുന്നതാണ്, കീയെ റിലീസ് ചെയ്യുന്നതാണ്.
Fire, fire, fire. Receive it in the mighty name of Jesus. Receive it in the mighty name of Jesus. നീ ഷുഗർ വന്ന് മരിക്കത്തില്ല, നീ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കത്തില്ല, നീ ആക്സിഡന്റ് വന്ന് മരിക്കത്തില്ല, നീ ക്യാൻസർ വന്ന് മരിക്കത്തില്ല. താക്കോലിന് ഉപയോഗിക്ക, താക്കോലിന് ഉപയോഗിക്ക. പറ പറ, എന്താ താക്കോൽ? നോ മോർ ഡെത്ത്. ഇന്നു മുതൽ നീ പ്രഖ്യാപിക്ക, നോ മോർ ഡെത്ത്. ഇത് ദൈവരാജ്യത്തിന്റെ ഡിക്ലറേഷനാ. ഇനി മരണം ഉണ്ടാകത്തില്ല. യേശുവേ, യേശു എന്തോ ഭയങ്കര കൈമാറ്റം നടക്കുന്നുണ്ട്. നീ തിരികെ പോകുന്നത് ഒരു അധികാരം കൊണ്ടായിരിക്കും. നീ തിരികെ പോകുന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു അധികാരവും കാണത്തില്ല. പക്ഷെ ഇന്ന് നിന്റെ മേൽ റിലീസാകുന്ന ഈ പകർച്ചയ്ക്കകത്തൊരു കീ തുറക്കപ്പെടുന്നുണ്ട്, ഒരധികാരം തുറക്കപ്പെടുന്നുണ്ട്. മഹത്വമേ, മഹത്വമേ, മരണത്തെ ജയിച്ച മഹത്വമേ, ഓ മഹത്വമേ. മോശയുടെ മേൽ ഈ കീ ഉണ്ടായിരുന്നു കേട്ടോ. മോശയുടെ മേൽ ഈ കീ ഉണ്ടായിരുന്നു. മോശ ഈ കീയുമായിട്ട് ചെങ്കടലിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നേ. അപ്പോൾ ജനം മുഴുവൻ പറഞ്ഞു, ഞങ്ങളെ കൊല്ലാനാണോ കൊണ്ടുവന്നത്? കാരണം പിന്നാലെ ഫറവോൻ വരുന്നുണ്ട്. പക്ഷെ ജനത്തിനറിയത്തില്ലായിരുന്നു മോശയുടെ കയ്യിൽ ദൈവം മരണത്തിന്റെ മേൽ അധികാരം നടത്താനുള്ള ഒരു കീ കൊടുത്തിട്ടുണ്ടെന്ന്. മോശ തന്റെ വടിയെടുത്ത് നീട്ടി വിഭാഗിച്ചാൽ ആ വഴിയിൽ കൂടെ കടക്കുന്നവനെല്ലാം ജീവൻ പ്രാപിക്കും. മോശ വടിയെടുത്ത് അതിനെ അടച്ചാൽ അതിൽ കൂടെ കടക്കാൻ ശ്രമിച്ചവനെല്ലാം വെള്ളത്തിൽ മുങ്ങിച്ചാകും. കിയ കിയ കിയ, പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ഇത് താക്കോല, താക്കോല. യേശുവേ, പ്രഖ്യാപിക്ക, പ്രഖ്യാപിക്ക, പ്രഖ്യാപിക്ക. നോ മോർ ഡെത്ത്. നോ മോർ ഡെത്ത്. ഇനി മരണമുണ്ടാകില്ല. താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. കർത്താവേ, ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ ജനത്തിന്റെ മേലൊരു കീ, മരണത്തിന്റെ മേലുള്ള അധികാരം, അതിനെ തുറക്കുവാനും അടയ്ക്കുവാനുമുള്ള അധികാരം. നോ മോർ ഡെത്ത്. ആ കീയെ കൈമാറിയതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന അങ്ങയുടെ ജനം, ഓൺലൈനിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന ജനം, കർത്താവേ, ഇന്ന് ഈ വചനത്തെ ആത്മാവിൽ സ്വീകരിച്ച ജനം, യെസ്, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചു. ദൈവത്തിന്റെ മഹത്വം യേശുവിന്റെ നിർജീവമായ ശരീരത്തിലേക്ക് വന്നപ്പോൾ 3 ദിവസം കൊണ്ട് ആത്മമണ്ഡലങ്ങളിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന യേശുവിന്റെ ആത്മാവ് ജയാളിയായി ബദ്ധന്മാരെ അവിടെ നിന്ന് വിടുവിച്ചുകൊണ്ട് പുറത്തു വന്നു. യേശു കർത്താവ് ഒരു സോൾ വിന്നറായി പുറത്തു വരികയാണ്. അടുത്തത്, നിർജീവമായി അതുവരെ കിടന്ന ആ ശരീരം ജീവൻ വെച്ച കല്ലറയ്ക്കകത്ത് നിന്ന് പുറത്തു വന്നു, ഉയർത്തെഴുന്നേറ്റു. പ്രവചന നിവർത്തീകരണം സംഭവിച്ചു. ആ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പോടുകൂടെ അടുത്തത്, ലോകത്തിന്റെ അറ്റത്തോളം രക്ഷ പകർന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ മഹത്വത്തിനായി സ്തോത്രം, അങ്ങയുടെ വലിയ കൃപകൾക്കായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ഇതിനെ സ്വീകരിക്കുകയാണ്. നോ മോർ ഡെത്ത് ഞങ്ങൾ പ്രഖ്യാപിക്കുക, ഡിക്ലെയർ ചെയ്യുകയാണ്. ജനത്തെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ
ആമേൻ. കരങ്ങളെ തട്ടി നല്ലൊരു ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.